ഇട്ടുകൊണ്ട് വരുന്നതല്ലേ, ഞാൻ കുട കൊണ്ട് പോയി കൊടുത്തിട്ട് വന്നു. അകത്ത് കൊണ്ടുപോയി. ഒരു പാലിങ് എടുത്തോക്കളെ, ഒരു കൂടി ഇരിക്കട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്യാവശ്യമില്ലെങ്കിൽ നാളെ എടുക്കാം. റേഷൻ കടയിൽ പോയി റേഷൻ കാർഡ് എടുത്ത് വെക്കട്ടെ. ബാഗിനകത്ത് അങ്ങനെ ഇട്ട് പിന്നെ എനിക്ക് ഓർമ്മ കാണത്തില്ല. റേഷൻ കട ചെന്നപ്പോഴത്തേക്ക് മഴ വീഴും, കുറച്ചൊക്കെ നനഞ്ഞു. മഴ തോരുന്നത് വരെ അവിടെ നിന്ന് പിന്നെ എളുപ്പം നിങ്ങൾക്ക് ഇനി പോരും. ഇപ്പൊ വീണ്ടും മഴയായി. മോനിക്കുട്ടൻ എന്നെക്കാട്ടിലും മുന്നേ എനിക്ക് വന്നതാണ്. എന്നിട്ട് ബാഗിനകത്ത് ബുക്ക് ഏതാണ്ട് എടുത്ത് വെക്കാൻ മറന്നു പോയി. അതെടുക്കാൻ അങ്ങോട്ട് പോയി. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പഞ്ചസാര, നമുക്കല്ല അപ്പുറത്തേക്ക് പഞ്ചസാര വേണമായിരുന്നു. പണിക്കാർക്കൊക്കെ കാപ്പി കൊടുക്കേണ്ടിയുണ്ട്, പഞ്ചസാര വേണമല്ലോ. അപ്പൊ പഞ്ചസാര മേടിച്ചു. പിന്നെ ചൂല് പോയി, ചൂല് വാങ്ങിച്ചു. നോക്കട്ടെ. എനിക്ക് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വേറെ മോഡൽ ചൂലൊക്കെ വന്നതൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ചൂല് മാത്രമേ കൈ വഴങ്ങത്തുള്ളൂ. പൊടിച്ചൂലയുടെ പൊടിയുണ്ട്. ഇതാണ് വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടായിരുന്നു. റേഷൻ മേടിക്കുന്നത് ഓടി ഇങ്ങോട്ട് പോരും. പിന്നെ ഇച്ചിരി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടാ പോയത്. അരച്ചു വെക്കാൻ ദോശയോ ഇഡലിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് മീൻകറി കേട്ടോ, മത്തി, കുഞ്ഞു മത്തി അതിന് മേടിച്ച് അമ്മ ഇച്ചിരി കറി വെച്ചതാണ്. പിന്നെ ഇച്ചിരി ചക്ക വേവിച്ചത്. വെളുത്തുള്ളി അരിഞ്ഞ് കിടത്തിയതാണ്. പിന്നെ ക്യാരറ്റ് വേണമായിരുന്നു, പച്ചമുളക്, മല്ലിയില, നാളെ സാമ്പാർ വെക്കണമല്ലോ. പിന്നെ നമ്മുടെ മുയൽകൂട്ടനാണ് ക്യാരറ്റ്. ക്യാരറ്റ് മേടിച്ചോണ്ട് വെച്ചാൽ ചുമ്മാ എടുത്ത് വെച്ചങ്ങ് തീറ്റിയ. പിന്നെ എന്താണ്, അടുക്കള പണികളൊന്നുമില്ല, ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ കറി, അതുകൊണ്ടൊന്നും ഒന്നും വെക്കുന്നില്ല. പിന്നെ നമ്മൾ രാവിലെ ഇന്ന് പുട്ടും ചെറുപയർ പുഴുങ്ങിയതൊക്കെ ആയിരുന്നു. അപ്പൊ ആ പയർ പുഴുങ്ങിയത് ഞാൻ കുറച്ചുകൂടെ വെച്ചേക്കും. എന്തിനാണെന്നറിയോ, നമ്മുടെ ഏത്തക്ക തോരൻ വെച്ചതിനകത്തൊന്ന് ചേർത്ത് റീമേക്ക് ചെയ്യാൻ. എനിക്ക് അങ്ങനെ തോരൻ വെക്കണമെന്നായിരുന്നു. അന്നേരം ആകുമ്പോൾ അയ്യായിരം കൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് വെച്ചതാ കേട്ടോ. ഇതിനിടയ്ക്ക് കരണ്ടും പോയി. അപ്പോൾ അത് നമുക്ക് തോരനും എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ കുളിച്ചിരിച്ചു കേട്ടോ, കരണ്ട് പോയി. ഇനി എപ്പം വരുമോ എന്താ, അരി അരയ്ക്കാനും ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒന്ന് രണ്ട് പേരെ കണ്ടോ, നേരത്തെ പരിചയമുള്ളവരാ കേട്ടോ. കുഞ്ഞോനെ ജോലിക്കുട്ടിയും കാണാൻ അങ്ങോട്ട് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ മഴയും പിന്നെ ഇരുട്ടി താമസിച്ചിറങ്ങിയത്.
പിന്നെ റേഷൻ വാങ്ങിക്കണം, അതൊക്കെ കൊണ്ടിങ്ങി പോകും. നാളെ മഴയൊന്നും ഇല്ലെങ്കിൽ അവിടെ വരെ പോവാട്ടോ. കുറച്ച് ദിവസമായില്ലേ ഞാൻ കുട്ടിയെ മുന്നോനെയും കണ്ടിട്ട്. മോനിക്കുട്ടൻ കുളിക്കാൻ കയറി. ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് കുളിച്ച് ജപിച്ച് വരാം. ചോറ് കൊണ്ട് തിളപ്പിക്കാൻ വെച്ചതാട്ടോ, വാർത്തിടാം. ഇന്നലെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ കഴുകി എടുക്കുമെന്ന് വന്നു കേട്ടോ. പച്ചമുളക് ഇന്ന് ഞാൻ 100 പച്ചമുളകാണ് വാങ്ങിക്കുന്നത്. അതിനിവിടെ അധികം ചിലവില്ലല്ലോ. ഇന്ന് നാടൻ പച്ചമുളകാണ്, എരിയുള്ള പച്ചമുളകാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കൂടി ഇങ്ങനെ തന്ന്. കറണ്ടില്ല കേട്ടോ, കറണ്ട് പോയപ്പോ മിക്സി ഓണാവത്തില്ല. ഇടയ്ക്കൊന്ന് കറണ്ട് വന്നിട്ട് പിന്നെ അങ്ങ് പോയി. നമ്മുടെ വെളുത്തുള്ളി പാത്രം ഞാനൊന്ന് കഴുകട്ടെ, പൊടി അഴുക്കുമൊക്കെ. എല്ലാവരും ഒരുപാട് സങ്കടം നിറഞ്ഞ ഒരു വാർത്ത കേട്ടോണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിലെ ആ ഒരു വിമാനാപകടം. പത്തനംതിട്ടയുള്ളൊരു രഞ്ജിത ഉണ്ടായിരുന്നു, അതിനകത്ത് തിരിച്ചു പോയതാണ് നാട്ടിൽ നിന്ന് കേട്ടോ. പാവം. ഈ കരയിലെ അപകടങ്ങളെല്ലാം കഴിഞ്ഞ് ഈ കപ്പലും വിമാനമൊക്കെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് തോന്നുന്നു. പഠിപ്പിച്ചടിപ്പിച്ച് അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കേൾക്കുമ്പോ എന്തോ മനസ്സിലൊരു ഭയം. എത്രയോ കുടുംബങ്ങളുടെ അത്താണിയായിട്ടിരുന്നവരായിരിക്കും അതില് ജീവൻ പൊടിഞ്ഞു പോയത് അല്ലേ. അത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഇതൊന്നും ഓർക്കാതാണ് എനിക്ക് എല്ലാത്തിനും കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നത്. നമുക്കൊരു ദിവസം വൃത്തിയായിട്ട് കഴുകി കുറച്ച് ഇഞ്ചിയും കൂടെ മേടിച്ചിട്ട് കുറച്ച് മിക്സ് ഉണ്ടാക്കി വെക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം. ചോറ് തിളച്ചു, ഞാന് ചോറ് വാർത്തിട്ടെ. സ്കൂളിലാണ് എഴുതുന്നത്. എഴുതാനില്ലേ? എഴുതി തീർത്തോ? കറണ്ട് വന്ന് നമുക്ക് എളുപ്പം നരി അരയ്ക്കാൻ. ഞാൻ എന്നും പറയുന്ന പോലാണ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർത്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മളത് അങ്ങോട്ട് അരയ്ക്കും കേട്ടോ. എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അതിന് മുമ്പേ നമുക്ക് അരച്ച് വെച്ചിട്ട് ചോറും കേട്ടോ. ഉഴുന്ന് അരച്ചെടുത്ത് കേട്ടോ. ഒന്ന് ഉഷാറായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല പ്രിയങ്ങളെ. അരി ഞാൻ കഴുകി വെച്ചേക്കുക.
കുറേ ഉള്ളി കഴുകിയതാണ്. ഇതുകൂടി അരച്ചെടുക്കാൻ നോക്കട്ടെ. ഇത് കുറച്ച് അരച്ചിട്ടാണ് ഞങ്ങൾക്ക് ചോറും ഉപ്പും ചേർത്ത് ഒന്നുകൂടി നല്ലവണ്ണം അരച്ചെടുത്ത് ഇതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് കിടക്കാറാകുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയാണ്. കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴും ദോശമാവിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അരി ഉഴുന്ന് ഇത്രയാണ് ഞാൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് പലരും വന്നിട്ട് ചോദിച്ചതൊന്നും അറിയാത്തവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഷോർട്ട് വീഡിയോസായിട്ടൊന്നും ഇടാത്തത്. അപ്പോൾ അത് കമന്റ് ഇട്ടാൽ ചോദിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം, ഞാൻ 2.5 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. അതിന് ഞാൻ 1.25 ഗ്ലാസ് ഉഴുന്നും കഴുകി കുതിർത്ത് വെക്കും. രാവിലെ പോകുമ്പോഴത്തേക്ക് കുതിർത്ത് വെച്ചിട്ട് പോകും. ഉഴുന്നിനകത്ത് ഞാൻ ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കുതിർത്ത് വെക്കും. എന്നിട്ട് വൈകിട്ട് വന്നതുപോലെ അരയ്ക്കും. എന്നിട്ട് ഈ അരി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വെന്ത ചോറില്ലേ, ചോറും കൂടെ കുറച്ച് അരയ്ക്കും. അത് അരിയുടെയും ഉഴുന്നിൻ്റെയും അളവനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 2 തവി ചോറ് വെക്കുന്നത് കേട്ടോ. അതും പിന്നെ ഉപ്പും കൂടാണ് ഇനിയും ചേർക്കുന്നത്. അത് അരച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ കിടക്കാറാകുമ്പോഴത്തേക്ക് കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം രാവിലത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന ദോശയുടെ ആ ഒരു പരുവത്തിലൊക്കെ ആയിരിക്കും. ദോശമാവ് പൊങ്ങി വരും. ഒരു ദിവസം പൊങ്ങിയാണ് പോയി. ഇനി ഇത് ഒന്നുകൂടി ചോറും ഉപ്പും ഇട്ടില്ലേ, ഇനി ഇത് നല്ല വൃത്തിയായിട്ട് അരച്ചോണ്ട് വന്ന് ഇതിനകത്തോട്ട് കമത്തി അങ്ങ് വെക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. വലിയൊരു പാക്കറ്റ് കിട്ടില്ല, നമ്മൾ പണ്ട് മേടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് മാവല്ല അതിനകത്ത് വീഴും. ഒരു ദിവസം കുഞ്ഞിനൊപ്പം ഉണ്ടാക്കാനുള്ള മാവ് മോനിക്കുട്ടൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തുള്ളി ഇങ്ങനെ ഇരിക്കുക. മോനിക്കുട്ടൻ ഇവിടെ കിടന്നൊരു വായ. പിന്നെ വന്ന് ഞാൻ അത് ഇച്ചിരി 2 തുള്ളി നമ്മുടെ ഈ കലത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തുളുമ്പിയിട്ടേ ഇവിടെ ഇങ്ങനെ വീണ്. അയ്യോ, നമുക്ക് കഴിക്കാം. ഈ ബെഞ്ചിനായിട്ട് എനിക്ക് ഇച്ചിരി ചെറുതാ വലുതാ വലുതാണ്. തല എണ്ണ കൂടിയെന്ന് കമന്റ് ഇടുന്നേ. തലയിൽ എണ്ണ കൂടിയോ? ചക്ക ഉള്ളത് കൊണ്ട് ഓർന്നെടുക്കണ്ടെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ വെറുതെ വേസ്റ്റ് ആക്കും. നാളെ എന്തെങ്കിലും മീനോ ചിക്കനോ എന്തെങ്കിലും മേടിക്കാം. ഒന്നുമില്ല. മീൻ കൂട്ടരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മീനൊക്കെ മേടിക്കുന്നുണ്ട് ആൾക്കാര്. സത്യാവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നനഞ്ഞ കൈ. എനിക്ക് രസം ചോറെടുത്തോണ്ട് പോകുമ്പോ രസത്തിന് മാത്രമേ പേടിയുള്ളൂ, ബാക്കിയൊന്നും പേടിയുള്ളൂ. ഒഴിക്കല്ലേ, എനിക്ക് വയ്യ തുടക്കാൻ. ഞാൻ അപ്പൊ ഒഴിക്കുമെന്നാണ് ചോറുണ്ട. ഇച്ചിരി ചോറും ഇന്നും നമ്മുടെ വീഡിയോസ് കാണും. നമ്മുടെ ഫാമിലിയിലുള്ള ഞാൻ പറഞ്ഞില്ലേ, വന്നപ്പോൾ എന്നോട് ചോദിക്കുക ചക്കയും മാങ്ങയൊക്കെ തീർന്നോന്ന്. ഞാൻ പറഞ്ഞു മാങ്ങ തീർന്നു, ചക്ക ഇനിയും കുറച്ചും കൂടി ഉണ്ടെന്ന്. മത്തി വെട്ടാനൊന്നും അമ്മയ്ക്ക് കൈ വയ്യാഞ്ഞിട്ടാണോ എന്തുവാന്ന് അറിഞ്ഞുകൂടാ. മത്തി കുഞ്ഞു മത്തിയാ കേട്ടോ. ഞാനൊരു ഇച്ചിരി രസം ഒഴിക്കുവാണ്.
അമ്മ തന്ന രസമാണ് തീർന്നേ. പിന്നെ ദേഹത്ത് വേദന വരുന്നതിൻ്റെ കാര്യമൊക്കെ വീഡിയോ കണ്ടിട്ടായിരിക്കും ബിൻസിമോൾ എന്നോട് പറഞ്ഞു. അതായത് എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മോളുടെ കാര്യം ഞാൻ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് മെസ്സേജ് ഇട്ടു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം, അതുകൊണ്ടായിരിക്കും ദേഹത്ത് വേദന എന്നൊക്കെ ഒന്ന് നോക്കണം നാളെ. ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ. നമുക്ക് അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ഓർത്ത് അവരുടെ ആത്മശാന്തിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി തൽക്കാലം നമുക്ക് യാത്ര പറയാം. നാളെ കാണാട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.